Hi, good morning, students. Welcome to my class today. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫ്രാക്ഷൻ. ഇൻ്റർഫറൻസ് എന്താണ് നമ്മൾ മനസ്സിലാക്കി. ഇൻ്റർഫറൻസിൻ്റെ അപ്ലിക്കേഷൻസ്, ന്യൂട്ടൺസ് റിങ്സ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കി. ബേസിക്കലി കൊഹറൻസ് വേവ്സ്, കൊഹറൻറ്റ് ലൈറ്റ് വേവ്സ്, അത് ലൈറ്റ് വേവ്സ് ആയാലും ശരി, കൊഹറൻറ്റ് വേവ്സ് സൂപ്പർപോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫിനോമിന, ഒരു പ്രതിഭാസമാണ് ഇൻ്റർഫറൻസ്. ബേസിക്കലി ഡിഫ്രാക്ഷനും ഒരു സൂപ്പർ പൊസിഷൻ തന്നെയാണ്, പക്ഷെ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒരൊറ്റ വേവ് ഫ്രണ്ടിൽ നിന്നും വരുന്ന പല വേവ്ലെറ്റ്സ് കൊണ്ടുണ്ടാകുന്ന സൂപ്പർ പൊസിഷനെയാണ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അതേസമയത്ത് രണ്ട് വേവ് ഫ്രണ്ടിൽ നിന്നും വരുന്ന വേവ്സ് തമ്മിൽ സൂപ്പർപോസ് ചെയ്യുന്നതിനാണ് ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹൈജൻസ് പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. According to Huygens principle, every point on a wavefront is a source of a secondary wavelets. The secondary wavelets propagates in all directions with the same speed as the original wave. After the time interval, the envelope of the secondary wavelets give rise to the secondary wavefront. അപ്പോൾ ഒരു വേവ് ഫ്രണ്ടിലെ ഓരോ പോയിന്റിൽ നിന്നും സെക്കൻഡറി വേവ്ലെറ്റ്സ് ഉണ്ടാവുകയും സെക്കൻഡറി വേവ്ലെറ്റ്സ് എല്ലാ ഡയറക്ഷനിലേക്കും ഒറിജിനൽ വേവിൻ്റെ അതേ സ്പീഡിൽ തന്നെ സഞ്ചരിക്കുകയും ചെയ്യും. ഒരു സമയം കഴിഞ്ഞാൽ ഈ സെക്കൻഡറി വേവ്ലെറ്റ്സിൻ്റെ എൻവലപ്പ് ആണ് സെക്കൻഡറി വേവ് ഫ്രണ്ട് ഉണ്ടാക്കുന്നത്. ദ വേവ് ഫ്രണ്ട് ഡ്യൂ ടു ദ പോയിന്റ് സോഴ്സ് ഓഫ് ലൈറ്റ് ഈസ് സ്പെരിക്കൽ ആൻഡ് ദ വേവ് ഫ്രണ്ട് ഡ്യൂ ടു ആൻ എക്സ്റ്റെൻഡഡ് സോഴ്സ് ഈസ് സിലിണ്ടറിക്കൽ. ഒരു പോയിന്റ് സോഴ്സ്, ഒരൊറ്റ പോയിന്റ് മാത്രമേ ഉള്ളെങ്കിൽ ആ പോയിന്റ് മാത്രമുള്ള ഒരു സോഴ്സ് കൊണ്ടുണ്ടാകുന്ന വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത് സ്പെറിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും. അതേസമയത്ത് ഒരു വളരെ നീളമുള്ള ഒരു വേവ് ഫ്രണ്ട് ആണെങ്കിൽ അത് സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും. ഡിഫ്രാക്ഷൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് എക്സ്പീരിയൻസ് ദാറ്റ് ദ പാത്ത് ഓഫ് ലൈറ്റ് എൻറ്ററിങ് എ ഡാർക്ക് റൂം ത്രൂ എ നാരോ സ്ലിറ്റ് ഈസ് സ്ട്രെയിറ്റ് and an obstacle placed in a path of light beam casts sharp shadow on the screen. But when the size of the slit or obstacle is very small, of the order of wavelength of light used, some light encroaches into the geometrical shadow region of the object, or some light spreads just outside the edge of the geometrical shadow region. This is due to the bending of light round the edge of obstacle or slit. നമ്മളുടെ അനുഭവത്തിൽ വന്നിട്ടുള്ള കാര്യമാണ്. അതായത് ഒരു ലൈറ്റ്, ഒരു ഇരുട്ടുള്ള ഒരു മുറിയിലേക്ക് ലൈറ്റ് വരുമ്പോൾ ത്രൂ എ നാരോ സ്ലിറ്റ് സ്ട്രെയിറ്റ്, വളരെ സ്ട്രെയിറ്റ് ആയിരിക്കും. ആൻഡ് ആൻ ഒബ്സ്റ്റക്കിൾ പ്ലേസ്ഡ് ഇൻ ദ പാത്ത് ഓഫ് എ ലൈറ്റ് ബീം കാസ്റ്റ് ഷാർപ്പ് സ്കാഡോ ഓൺ ദ സ്ക്രീൻ. ഒരു സ്ക്രീനിൽ എന്ത് സംഭവിക്കും, ഒരു ഷാർപ്പ്, വളരെ മൂർത്ത ഒരു വളരെ ഷാർപ്പ് എന്ന് പറഞ്ഞാൽ വളരെ നേർത്ത, അതായത് വളരെ കൃത്യമായ ഒരു നിഴൽ സ്ക്രീനിൽ പതിക്കും. അതേസമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സ്ലിറ്റ് വളരെ ചെറുതാണ്. ആ സ്ലിറ്റിൻ്റെ സൈസ് വേവ് ലെങ്തിനോട് അപ്രോക്സിമേറ്റ് ഏകദേശം സെയിം ആകുമ്പോൾ നമ്മൾക്ക് എന്ത് സംഭവിക്കും, കാണാൻ സാധിക്കും. സം ലൈറ്റ്, കുറച്ച് ലൈറ്റ്, ജോമെട്രിക്കൽ ഷാഡോ, ഈ നിഴലിൻ്റെ റീജിയനിലേക്ക് എന്ത് ചെയ്യുന്നു, നുഴഞ്ഞു കയറുകയും സം ലൈറ്റ് സ്പ്രെഡ്സ് ജസ്റ്റ് ഔട്ട്സൈഡ് ദ എഡ്ജ് ഓഫ് ദ ജോമെട്രിക്കൽ ഷാഡോ റീജിയൻ. അതേപോലെ ഈ നിഴലിൻ്റെ ഈ ആ സ്ഥലത്തിൽ നിന്നും കുറച്ച് ലൈറ്റ് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുന്നു. ദിസ് ഇസ് ഡ്യൂ ടു ദ ബെൻഡിങ് ഓഫ് ലൈറ്റ് റൗണ്ട് ദ എഡ്ജ് ഓഫ് ഒബ്സ്റ്റക്കിൾ ഓർ സ്ലിറ്റ്. ഇതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് എന്ത് ചെയ്യുന്നു, ആ സ്ലിറ്റ് അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിളിൻ്റെ എഡ്ജ് അറ്റങ്ങളിൽ കൂടി അതെന്ത് ചെയ്യുന്നു, ബെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ്. ദ ബെൻഡിങ് ഓഫ് ലൈറ്റ് റൗണ്ട് ദ എഡ്ജസ് ഓഫ് എൻ ഒബ്സ്റ്റക്കിൾ ഓർ ദ എൻക്രോച്ച്മെന്റ് ഓഫ് ലൈറ്റ് വിത്തിൻ ദ ജോമെട്രിക്കൽ ഷാഡോ ഇസ് നോൺ ആസ് ഡിഫ്രാക്ഷൻ. ഈ പ്രതിഭാസത്തിനെയാണ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു സ്ലിറ്റിനെയോ അല്ലെങ്കിൽ ഒരു ചെറിയ ഒബ്സ്റ്റക്കിൾ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഒപ്പേക്ക്, അതായത് ലൈറ്റിനെ കടത്തിവിടാത്ത ഒരു ചെറിയ വസ്തു, അതിൻ്റെ അറ്റങ്ങളിൽ കൂടി ലൈറ്റ് എന്ത് എൻക്രോച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ
വളയുക അല്ലെങ്കിൽ ഉള്ളിൽ പ്രവേശിക്കുക. അത് സാധാരണ നേരെ പോകുന്നതിൽ നിന്നും വളഞ്ഞു പോവുക. എൻക്രോച്ച്മെന്റ് ഓഫ് ലൈറ്റ്, ഉള്ളിൽ പ്രവേശിക്കുക. വിത്തിൻ ദ ജോമെട്രിക്കൽ ഷാഡോ is known as diffraction. The bending can happen only if the light travels in the form of waves. അപ്പോൾ ഈ ബെൻഡിങ് സംഭവിക്കണമെങ്കിൽ എപ്പോഴും ലൈറ്റ് ഒരു വേവ്സിന്റെ ഫോമിൽ സഞ്ചരിച്ചാൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ, ബെൻഡിങ് സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ദ ഡിഫ്രാക്ഷൻ സപ്പോർട്ട്സ് ദ വേവ് തിയറി ഓഫ് ലൈറ്റ്. അതുകൊണ്ട് ഡിഫ്രാക്ഷൻ വേവ് തിയറി ഓഫ് ലൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. When we closely examine the geometrical shadow region, we can see bright and dark bands of non-uniform intensity. നമ്മൾ ഈ നിഴലിൻ്റെ പ്രതലത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് വളരെ ബ്രൈറ്റ് പ്രകാശമുള്ളതും ഡാർക്ക് അതുപോലെ പ്രകാശം ഡാർക്ക് അതായത് ഇരുണ്ടതുമായ ബാൻഡുകൾ, അതായത് ബാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഭാഗങ്ങൾ, അതായത് ഒരു പ്രതലം, ഒരു വര ഓഫ് നോൺ യൂണിഫോം ഇൻറ്റൻസിറ്റി, ഈക്വൽ അല്ല മറിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന, എല്ലാം സമമല്ലാത്ത ഇൻറ്റൻസിറ്റി, ലൈറ്റിൻ്റെ ശക്തിയുള്ള ഇൻറ്റൻസിറ്റി സെയിം അല്ലാത്ത അവസ്ഥയിലാണ് കാണുന്നത്. ഡിഫ്രാക്ഷൻ ഫിനോമിന ഇസ് എ റിസൾട്ട് ഓഫ് സൂപ്പർപൊസിഷൻ ഓഫ് സെക്കൻഡറി വേവ്സ് കമ്മിങ് ഫ്രം ദ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ സെയിം വേവ് ഫ്രണ്ട്. ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് സൂപ്പർപൊസിഷൻ ആണ്, അതായത് അവർ കൂടിച്ചേരുന്നതാണ്, ഓഫ് സെക്കൻഡറി വേവ്സ്. സെക്കൻഡറി വേവ്സ് എന്ന് പറഞ്ഞാൽ ഒരു വേവ് ഫ്രണ്ടിൻ്റെ പല പോയിന്റുകളിൽ നിന്നും പുറപ്പെടുന്ന വേവ്സിനെയാണ് സെക്കൻഡറി വേവ്സ് എന്ന് പറയുന്നത്. കമ്മിങ് ഫ്രം ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ സെയിം വേവ് ഫ്രണ്ട്, ഒരേ വേവ് ഫ്രണ്ടിൽ നിന്നിൻ്റെ പല ഭാഗത്തു നിന്നും വരുന്ന സെക്കൻഡറി വേവ്സ് തമ്മിൽ സൂപ്പർപോസ് ചെയ്യുന്നതിനെയാണ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ദ ഡിഫ്രാക്ഷൻ ബാൻഡ്സ് ആർ നോട്ട് വെൽ ഡിഫൈൻഡ് ആസ് ഇൻറ്റർഫറൻസ് ബാൻഡ്സ്. The diffraction phenomena is divided into two categories, Fresnel diffraction and Fraunhofer diffraction. Fresnel diffraction എന്നും Fraunhofer diffraction എന്നും രണ്ടായിട്ടും തരംതിരിച്ചിട്ടുണ്ട്. In Fresnel class of diffraction, the source of light and the screen are at a finite distance from the diffracting obstacle. അതായത് സോഴ്സ് ഓഫ് ലൈറ്റ്, ലൈറ്റിൻ്റെ സ്രോതസ്സും സ്ക്രീനും, അതായത് ഈ ഡിഫ്രാക്ഷൻ കാണുന്ന സ്ഥലം, ആർ അറ്റ് എ ഫൈനൈറ്റ് ഡിസ്റ്റൻസ്, അതായത് വളരെ വലുതല്ലാത്ത ഒരു ചെറിയ ഡിസ്റ്റൻസ് ഫ്രം ദ ഡിഫ്രാക്റ്റിംഗ് ഒബ്സ്റ്റക്കിൾ, ഈ ഡിഫ്രാക്ഷൻ സംഭവിക്കുന്ന ആ സ്ഥലത്ത് നിന്നും എന്ത് ചെയ്യുന്നു, വളരെ ചെറിയ ദൂരത്തിലാണ്. ഇൻ ദിസ് കേസ് നോ ലെൻസസ് ആർ യൂസ്ഡ് ആൻഡ് ദ ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് ഈസ് സ്പെറിക്കൽ ഓർ സിലിണ്ടറിക്കൽ. ഈ കേസിൽ, അതായത് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നോ ലെൻസസ് ആർ യൂസ്ഡ്, ലെൻസ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ആൻഡ് ദ ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് ഈസ് സ്പെറിക്കൽ ഓർ സിലിണ്ടറിക്കൽ. അപ്പോൾ ഈ വേവ് ഫ്രണ്ട്, അതായത് ആദ്യമായി വരുന്ന വേവ് ഫ്രണ്ട്, ആ വേവ് ഫ്രണ്ടിൻ്റെ പല പോയിന്റിൽ നിന്നാണ് സെക്കൻഡറി വേവ്സ് ഉണ്ടാകുന്നത്. ആ ഇൻസിഡൻറ്റ് ചെയ്ത വേവ് ഫ്രണ്ടിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്പെറിക്കൽ, ഗോളാകൃതിയിലോ അല്ലെങ്കിൽ സിലിണ്ടർ ആകൃതിയിലോ ആയിരിക്കും. ഇൻ ദ ഫ്രോൺഹോഫർ ക്ലാസ് ഓഫ് ഡിഫ്രാക്ഷൻ, രണ്ടാമത്തെ തരം ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഫ്രോൺഹോഫർ ക്ലാസ് ആണ്. ദ സോഴ്സ് ഓഫ് ലൈറ്റ് ആൻഡ് ദ സ്ക്രീൻ ആർ അറ്റ് ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ ഡിഫ്രാക്റ്റിംഗ് ഒബ്സ്റ്റക്കിൾ ഓർ അപ്പാർച്ചർ. ഡിഫ്രാക്ഷൻ കാരണമായ ചെറിയ ഒരു തടസ്സം, ലൈറ്റിനെ തടസ്സപ്പെടുത്തുന്ന ഒരു വസ്തു അല്ലെങ്കിൽ സ്ലിറ്റിൽ നിന്നും വളരെ അകലത്തിലായിരിക്കും. ദിസ് ഈസ് അച്ചീവ്ഡ് ബൈ പ്ലേസിംഗ് ദ സോഴ്സ് ഓൺ ദ ഫോക്കൽ പ്ലെയിൻ ഓഫ് ദ കോൺവെക്സ് ലെൻസ് ആൻഡ് പ്ലേസിംഗ് ദ സ്ക്രീൻ ഓൺ ദ ഫോക്കൽ പ്ലെയിൻ ഓഫ് അനദർ കോൺവെക്സ് ലെൻസ്. ദ വേവ് ഫ്രണ്ട് ഇസ് പ്ലെയിൻ ഹിയർ. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ സംഭവിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, പ്ലേസിംഗ് ദ സോഴ്സ്, ലൈറ്റ് സോഴ്സിനെ നമ്മൾ കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ പ്ലെയിനിൽ വെക്കുകയും ആൻഡ് പ്ലേസിംഗ് ദ സ്ക്രീൻ ഓൺ ദ ഫോക്കൽ പ്ലെയിൻ ഓഫ് ദ അനദർ കോൺവെക്സ് ലെൻസ്. അതായത് നമ്മൾ സോഴ്സിനെ കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ പ്ലെയിനിൽ വെക്കുകയും അതേപോലെ സ്ക്രീനിനെ വേറൊരു കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ പ്ലെയിനിൽ വെക്കുകയും ചെയ്യുമ്പോഴാണ് ഈ വേവ് ഫ്രണ്ട് പ്ലെയിൻ ആവുന്നത്. അപ്പോൾ ഫ്രെനൽ ഡിഫ്രാക്ഷൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വേവ് ഫ്രണ്ടിൻ്റെ ഷേപ്പ് സ്പെറിക്കലോ സിലിണ്ടറിക്കലോ ആയിരിക്കും. അതിന് കാരണം ഫൈനൈറ്റ് ഡിസ്റ്റൻസ്, സോഴ്സ് അടുത്ത് തന്നെയാണ്. അതേസമയത്ത് ഫ്രോൺഹോഫർ എന്ന് പറയുന്നത് വളരെ ദൂരത്തിലായിരിക്കും. അതുകൊണ്ട് ആ ദൂരത്തിൽ നിന്ന് വരുന്ന ലൈറ്റ് എന്തായാലും പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ എക്സ്പെരിമെൻ്റലി ചെയ്യണമെങ്കിൽ അതൊരു ലെൻസ് ഉപയോഗിക്കുക. ഒരു കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസിൽ ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ആ കോൺവെക്സ് ലെൻസിൻ്റെ അപ്പുറത്ത് ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് ഉണ്ടാവും. അങ്ങനെയാണ് ഈ ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷൻ ലാബിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുക. ഇനി നമ്മൾക്ക് ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷനെ കുറിച്ച് പഠിക്കാം.
ഒരു സിംഗിൾ സ്ലിറ്റ്, ഒരു സ്ലിറ്റ് കൊണ്ടുണ്ടാകുന്ന ഫ്രോൺ ഓഫ് ഡിഫ്രാക്ഷൻ എത്രയാണെന്ന് നോക്കാം. അതായത് എ ബി, ഈ പടത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എ ബി എന്ന് പറയുന്ന ഒരു സ്ലിറ്റാണ്. ഈ എ ബി എന്ന് പറയുന്ന സ്ലിറ്റ്, ആ സ്ലിറ്റിൽ നിന്നും പുറപ്പെടുന്ന ഒരു വേവ് ഫ്രണ്ട് വരുന്നു. ആ വേവ് ഫ്രണ്ട് വരുന്നത് പ്ലെയിൻ വേവ് ഫ്രണ്ട് ആണ്. കാരണം ആ പ്ലെയിൻ വേവ് ഫ്രണ്ട് ഒന്നുകിൽ വളരെ ദൂരെയുള്ള ഒരു സോഴ്സിൽ നിന്ന് വന്നിട്ടുണ്ട്, അതല്ലെങ്കിൽ ഒരു കോൺവെക്സ് ലെൻസിന്റെ അപ്പുറത്ത് സോഴ്സ് വെച്ചിട്ടുണ്ട്. ആ സോഴ്സ് ഫോക്കൽ ലെൻസിലാണ് വെച്ചിട്ടുള്ളത്. ആ ഫോക്കസിൽ നിന്ന് വരുന്ന വേവ്സ് പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയതുകൊണ്ട് ആ വേവ് ഫ്രണ്ട് ആണ് ഇവിടെ എ ബി എന്ന് പറഞ്ഞ സ്ലിറ്റിൽ വന്ന് വീണത്. അപ്പോൾ ഈ എ ബി ബിഹേവ്സ് ആസ് എ അറേ ഓഫ് സച്ച് പോയിന്റ് സോഴ്സസ് വിച്ച് ആർ ഹൈലി കോഹറന്റ്. അതേപോലെ ഒ ഇസ് എ സെന്റർ ഓഫ് ദ സ്ലിറ്റ്. ഈ ഡിസ്കഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. എങ്ങനെയാണ് ഫ്രോൺ ഓഫ് ഡിഫ്രാക്ഷൻ അറ്റ് എ സിംഗിൾ സ്ലിറ്റ്, അതിൻ്റെ ഡിസ്കഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.